എന്താണ് രാവിലെ തന്നെ? അച്ഛനെങ്ങനെയുണ്ട്? അങ്ങോട്ടേക്കൊന്നും വരാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായി പോയി. കുഴപ്പമില്ല, രാവിലെ തന്നെ വീട്ടിലേക്ക് എത്തി. ആണോ? എനിക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു പറയാൻ, അതാ വന്നത്. ഒരു കാര്യം ചെയ്യ്, താൻ കയറിയിരിക്കും, ഞാനൊരു ചായ എടുക്കാം. ആനി കുളിക്കുക. ദേ, ഇനി ഇതുപോലെ ചായഭാഗ്യം ഉണ്ടായെന്ന് വരില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കൂളിലെ ഒരു ജോലിയുടെ കാര്യം. ആ, കുറേ കാലമായിട്ട് കേൾക്കുന്നല്ലേ? ആ, അതിൻ്റെ ലെറ്റർ വന്നു. നാളെ തന്നെ പോവും. നന്നായല്ലോ. നാട് നന്നാക്കണതിൻ്റെ കൂട്ടത്തിൽ വീട് നന്നാക്കില്ലെന്ന് പറഞ്ഞ് ആനി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. ആ, ചായ കുടിക്കും, ചായ കുടിക്കും. എന്നിട്ട് വന്ന കാര്യം പറ. ഈ KM പബ്ലിക്കേഷൻസിൻ്റെ ഒരാളില്ലേ, ആ ആനന്ദ്, ആ ആളുടെ നമ്പർ കിട്ടോ? നമ്പര്? പക്ഷെ അവരെയൊക്കെ നമ്മൾ വിളിച്ചാൽ കിട്ടൂ? ആ ഓഫീസിൽ എനിക്ക് പരിചയമുണ്ട്. ആ, അതായാലും മതി, നേരിട്ട് പോവാലോ. എന്താ കാര്യം? എന്താ? അത് കോളേജിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടിനാ. ഓ, കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. നോക്കട്ടെ. എന്താ വയ്യേ? കുഴപ്പമില്ല, നീ പോയി കിടന്നു. ആശുപത്രി പോയപ്പോഴേ ഞാൻ വിചാരിച്ചു ഓരോന്നും ഓർത്ത് പ്രശ്നമാവുന്നു. നീ എന്താ വിചാരിച്ച്? എനിക്ക് വിഷമമില്ലെന്നു. ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. പാല് മേടിക്കണമെന്ന് നേരത്തെ വീട്ടിലെത്തണമെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. ഞാനും അത്രേ കരുതിയുള്ളൂ. ഞാനപ്പോൾ ഫോൺ എടുത്തില്ല. പിന്നെ അടുത്ത് നിൽക്കുന്നവരെ നമ്മളെപ്പോഴും അവഗണിക്കില്ല. 2 മണിക്കൂർ വൈകി വീട്ടിലെത്താൻ. നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ഒരാളിങ്ങനെ പെട്ടെന്ന് വീണു പോകുന്നോ വയ്യാണ്ടാവുന്നതൊന്നും നമ്മളപ്പോൾ ഓർക്കില്ല. ആ 2 മണിക്കൂറിൻ്റെ വില ഇനിയുള്ള ജീവിതകാലം മൊത്തം ഞാൻ ചുമക്കേണ്ടി വരും. ഒന്നും അറിഞ്ഞുകൊണ്ടല്ലെന്നറിയാം, എന്നാലും സ്വന്തം കാര്യത്തിൽ ഇനി അശ്രദ്ധക്കുറവ് കാണിക്കരുത്. അച്ഛനെങ്കിലും വേണമെന്നുണ്ട് എനിക്ക്. ഓക്കെ സാർ. സാമൻ സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഓക്കെ, ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഇന്നലെ ഈവനിങ് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ നോക്കട്ടെ. കുട്ടിയോട് ഞാൻ വെയിറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞല്ലേ. ആനി സാർ നല്ല തിരക്കിലാണ്, ആളിവിടെ ഇല്ല. ഉള്ള അപ്പോയിൻമെൻറ്റ്സ് മുഴുവൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അല്ല, കുട്ടി പോയിട്ട് പിന്നെ വന്നോളൂ. ഞാൻ സാറിന് ഇത് സാറിനെ ഏൽപ്പിക്കാൻ വന്നതാ. വീട്ടിൽ പോയാൽ ഉണ്ടാവോ? അവിടെ ഇതും കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. എഴുതാൻ മാത്രം അറിയുള്ളൂ അല്ലേ? ഒന്നും ആലോചിക്കാനില്ല. കുട്ടിയെ പേപ്പേഴ്സ് അവിടെ കൊടുത്തിട്ട് നോക്കോ, കൂടെ ഒരു പ്രൊഫൈലും. ഇതെഴുതിയ ആൾക്ക് ഇവിടെ ഒരു പ്രൊഫൈലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. റൈറ്റർ ഗൗരി ശങ്കറിൻ്റെ ലാസ്റ്റ് വർക്കാണിത്. ഹലോ സർ. ഹലോ, ആനന്ദ് അല്ലേ?
എന്താ മോളെ ഇവിടെ ജോലി ചെയ്യുവാണോ? ഞാൻ ഇന്റർവ്യൂ എല്ലാം ആണോ? ആ അതെ, സെറ്റായില്ല. പഴയ ഓഫീസിൽ പോയില്ലല്ലോ? സോ ഗൗരി, കുറേ കാലമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്? യെസ്, 5 years. പക്ഷെ സമയത്തിലല്ല കാര്യം. ഇറ്റ് വാസ് മോർ അബൌട്ട് ദ പേഴ്സൺ ഹി വാസ്. ആരോടും ഒന്നും പ്രൂവ് ചെയ്യാനില്ലാത്ത, എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമായ ധാരണയുണ്ടായിരുന്ന ആളായിരുന്നു ഗൗരി. ഗൗരിയോടൊപ്പം ഉണ്ടായിരുന്ന 5 വർഷം ഹാഡ് ചേഞ്ച് മീ ലോട്ട്. വി ഹവ് ഹാഡ് അവർ ഓൺ ഷെയർ ഓഫ് ഫ്രണ്ട്ലി ആർഗ്യുമെൻറ്റ്സ്, ബട്ട് ഐ ന്യൂ ഹി വാസ് റൈറ്റ് ഓൾ ദ ടൈം. ഞാൻ അത്ര വായന ശീലിക്കുന്നേ ഉള്ളൂ. പണ്ടേ ഒരു ടേസ്റ്റ് എടുക്കുന്നത് ക്രൈം ത്രില്ലേഴ്സിലാണ്, നോവൽസിൽ. ഇൻ മോസ്റ്റ് കേസസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, കൊലപാതകത്തിന് കാരണം ഓർ കാരണക്കാരൻ വ്യക്തിയുടെ ഇമ്മീഡിയറ്റ് സർക്കിളിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. ഇവിടെ ആ സർക്കിളിൽ ആനന്ദുണ്ട്. ഓഫീസർ, ഗൗരിയുടെ 4 പുസ്തകങ്ങളിൽ 3 പബ്ലിഷ് ചെയ്ത KM പബ്ലിക്കേഷൻസ് ആണ്. ഞാൻ സ്നേഹിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്നൊരു സുഹൃത്താണ് ഗൗരി. അതിൽ രണ്ടാമത്തെ പുസ്തകം കളക്ഷൻ ഓഫ്, അതൊരു കളക്ഷൻ ഓഫ് എസ്സേസ് ആയിരുന്നു. ആ സമയത്ത് അതിൻ്റെ പേരിൽ കുറേ ഡിസ്കഷൻസ് ആൻഡ് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായതാണ്. വാട്ട് ഈസ് ഇറ്റ് അബൌട്ട്? പവർ, അഭിപ്രായങ്ങളുടെ, അനുഭവങ്ങളുടെ, എഴുത്തിൻ്റെ പവർ, ദ പവർ ഓഫ് വേർഡ്സ്. ടു മൈ 3 continents and 3 oceans. 3 വൻകരകളും സമുദ്രങ്ങളും എന്ന് പറയുന്നത് ഹീസ് റെഫറിംഗ് ടു തമിഴ്, മലയാളം ആൻഡ് ഇംഗ്ലീഷ്. ഗൗരി എന്താണ് എഴുതിക്കൊണ്ടിരുന്നത്? അതെനിക്കറിയില്ല. പൊളിറ്റിക്കൽ ആയിരിക്കും എന്ന് സൂചന ഉണ്ടായിരുന്നു. താൻ പറഞ്ഞിരുന്ന രാഷ്ട്രീയം വീണ്ടും ഉറപ്പിച്ച് പറയണമെന്ന് പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ടൈറ്റിൽ സൂചിപ്പിച്ചിരുന്നു ഒരിക്കൽ. വാട്ട് വാസ് ഇറ്റ്? കറുപ്പ്. യു മീൻ ദ ഡ്രഗ് ഓർ സംതിങ് റിലേറ്റഡ് ടു? നോ, ദ കളർ, നിറം, ബ്ലാക്ക്.